നമുക്ക് ഒരു വേർഡിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വീടിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വേർഡ് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. എല്ലാവർക്കും അറിയാമായിരിക്കാം. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ വെച്ച് നമ്മൾ അറിഞ്ഞു വരുന്നൊരു ഇതായിരിക്കും. അതായത് ഒരു പെൺകുട്ടി നമ്മുടെ സുഹൃത്താണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയാവാം, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളാവാം, ഈ ഒരു മദറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു കുട്ടിക്കൊരു ജന്മം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു കഴിയുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ആൻഡ് ഹോർമോണൽ ചേഞ്ചസ് കാരണം അവളുടെ മൈൻഡിനെ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതല്ല എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ നോക്കിക്കാണുന്ന ചില ടീംസ് ഉണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തും പ്രസവിച്ചിരുന്നല്ലോ, പണ്ട് കാലത്ത് 10-12 കുട്ടികളെ ഉണ്ടാക്കിയിട്ട് മണിമണിയോടെ നടന്ന അതായത് കുടുംബത്തിലെ പെൺകുട്ടികളുണ്ട്. പക്ഷേ പണ്ട് കാലത്തല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരു പക്ഷെ പണ്ട് കാലത്തെ സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരെ കുട്ടികളെ നോക്കി ജീവിച്ചതായിരിക്കാം, ഭർത്താവിൻ്റെ കാര്യവും വീട്ടിലത്തെ കാര്യവും മാത്രം നോക്കി ജീവിച്ചതായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ സോഷ്യലി മിങ്കിളായിട്ട്, അതായത് അവർക്ക് ചുറ്റിനുള്ള വലിയൊരു സർക്കിളിൽ നിന്ന് അവർ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഒഫ്കോഴ്സ് അവരുടെ മെൻ്റൽ ഹെൽത്തിന് പ്രശ്നം ഉണ്ടാവും. ചിലർ പറഞ്ഞൊരു ഡയലോഗാണ്, ഇതുകൊണ്ട് ഒരു അടവാ, ഇതെന്താ വാക്കുകളരും പ്രസവിച്ചിട്ടില്ലേ, വാക്കുകളരും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ടില്ലേ. എല്ലാവരെയും പോലെ ആയിരിക്കണമെന്നില്ല എല്ലാ സ്ത്രീകളും. എന്നുവെച്ചാൽ അവർ സോഷ്യലി മിങ്കിളാണ്, കുറേ അവർക്ക് അവരുടേതായ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ഇങ്ങനെ അകത്തിരുന്നിട്ടുള്ള സ്ത്രീകളാണ്, ഇല്ലേ? അപ്പം അടവല്ല, അതൊരു കണ്ടീഷനാണ് കേട്ടോ.